ശരിക്കും ഞാൻ കമ്പോസിങ് പ്രോസസ്സിനെ കുറിച്ച് ചോദിക്കാം. ഇപ്പോഴത്തെ എല്ലാം ഡിജിറ്റലാണ്. ഞാൻ കണ്ടിരിക്കുന്ന മണിയേട്ടനല്ലേ, മണിയേട്ടൻ്റെ മറ്റേ കമ്പോസിംഗ് ആണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതാണോ മോ കംഫർട്ട്, ഇപ്പോഴത്തെ ഡിജിറ്റലാണോ മോ കംഫർട്ട്? ഇപ്പൊ രണ്ടും കൂടെ ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് ചേച്ചി. ഇപ്പൊ എന്തൊക്കെ ഇപ്പൊ സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടോട് കൂടെ നമ്മൾ ചെയ്യുമ്പോഴും അതിനെ എങ്ങനെ കുറച്ചൊരു അനലോഗ്, ഈ പറഞ്ഞ ഒരു ലൈവ് സ്ട്രിങ്സ് അല്ലെങ്കിൽ ലൈവ് ഇൻസ്ട്രുമെന്റ്സ്, ഫ്ലൂട്ട്സ്, റിതംസ്. ഇവൻ നമ്മൾ ചേച്ചിയുടെ ജഗന്റെ മൂവി ഞാൻ ചെയ്യുമ്പോൾ പോലും പോലീസ് സ്റ്റോറി ചെയ്തപ്പോഴും ഞങ്ങളിപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം ലൈവ് സ്ട്രിങ്സ് മെസഡോണിൽ നിന്ന് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനും ജഗനും ആദ്യമേ ആ വർക്ക് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോഴും അതിൻ്റെ സ്റ്റേജ് അങ്ങനെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വലിപ്പം, നമ്മളെന്ന ക്രിയേറ്ററിന് ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ പഠിച്ച ചില തിയറിയും ഫോമാറ്റും നമ്മൾ അപ്ലൈ ചെയ്ത സിനിമയിൽ കൂടെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞാനത് ബ്ലെൻഡ് ചെയ്യാനാണ് എന്നും ട്രൈ ചെയ്യാറ്. ടോട്ടലി ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കില്ല എൻ്റെ പ്രൊഡക്ഷൻ. അല്ല, ശരിക്കും ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇത്രയും ഫോർവേഡായി ഞാൻ ചോദിക്കുന്ന അർത്ഥമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും മറ്റതിനോടുള്ള ആ ഒരു കംഫർട്ടും ഇതിനോടൊരു രണ്ടിനും രണ്ട് വ്യത്യാസമല്ലേ? അതിൽ ഏതായിരിക്കും? സിനിമകൾ മാറിയത് കൊണ്ട് ചേച്ചി നമുക്ക് അതേ ആ ഫോമാറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം വിഷ്വൽസ് മാറി, സ്റ്റൈല് മാറി, കണ്ടന്റ് മാറി, എഡിറ്റിംഗ് പാറ്റേൺ ആവശ്യങ്ങൾ മാറി. എന്താണോ പ്രതീക്ഷിച്ച് വരുന്നത് ക്രിയേറ്റേഴ്സ്, അത് മാറി. കാരണം മ്യൂസിഷ്യൻ്റെ എന്താണോ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ്, അതൊരിക്കലും അത് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ അത്തരം എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം. അതല്ലാതെ നമ്മൾ രണ്ടും കൂടെ കോൺട്രാസ്റ്റ് ആയി കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല. പക്ഷേ അതൊരു ഭയങ്കര പ്രോസസ്സാണ്. അതൊരു ഭയങ്കര ധൈര്യം വേണം, ഭയങ്കര കഠിനാധ്വാനം വേണം. മോർ ദാൻ ദിസ് ചെയ്യുന്ന മണിയേട്ടന്റെ ഓരോ വിരലിലാണ് ഓരോ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുക. ആ ഒരു കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ വിരലിൽ ഓരോരുത്തർ അത് മനസ്സിലാക്കി പ്ലേ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഞാൻ അതിശയമായിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അവിടേക്ക് തന്നെ നമ്മൾ എത്തുള്ളൂ അൾട്ടിമേറ്റ്ലി. അങ്ങോട്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ശരിക്കും ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, വരികൾ കിട്ടിയിട്ട് മ്യൂസിക് ഇടുമോ, മ്യൂസിക് ഇട്ടിട്ട് വരികൾ കിട്ടുമോ എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം നേരത്തെ തന്നെ ഉണ്ട്. കാര്യം ഫോണിൽ കൂടെ പറഞ്ഞപ്പോ ഇപ്പത്തെ വരികൾ കിട്ടി, ഇപ്പുറത്ത് പറഞ്ഞപ്പോ ബാക്കിയും കിട്ടി. അത് ഈസി പ്രോസസ് ആയിട്ട്. മറ്റേ ഞാനൊക്കെ ചിന്തിച്ചത് എന്നാന്ന് വെച്ചാൽ വരി കിട്ടി, പിന്നെ അതിനെ ട്യൂൺ ചെയ്ത് അങ്ങനെയൊക്കെ വരും, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അല്ലാതെ പിന്നെ ഈ മ്യൂസിക് വരികൾ ഒന്നുമില്ലാതെ ചെയ്യേണ്ടിട്ട് അത് അങ്ങനെ ഒരു അങ്ങനെയാണ് കൂടുതലും ചെയ്യേണ്ടി വരുന്നത്. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് കേട്ട് ആ സ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് അനുസരിച്ചിട്ടാണ് ആദ്യം ലിറിക്സ് എഴുതുന്നത്, ആ സിനിമ വിട്ടു പോവാതെ. ആ ലിറിക്സിനനുസരിച്ച് സംഗീതം ചെയ്ത് പാടിപ്പിക്കുന്നു. ഇപ്പോൾ പ്രോസസ്സ് നേരെ ഓപ്പോസിറ്റ് ആയി. കാരണം നമ്മളിപ്പോൾ വിഷ്വലിനനുസരിച്ചും സിനിമയുടെ പാലറ്റ് അനുസരിച്ചും സിനിമയുടെ സ്റ്റാൻഡേർഡ്സിനും അനുസരിച്ച് ഒരു ടോൺ ആദ്യം സെറ്റ് ചെയ്യണം പടത്തിന്, അല്ലേ? ആ സമയത്ത് ഓൾറെഡി മ്യൂസിക് ട്യൂൺ ഉണ്ടാക്കി പോകും നമ്മൾ. ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ അതിനുശേഷമാണ് ലിറിക്സിലേക്ക് നമ്മൾ പോകുന്നത്. കാരണം ലിറിക്സിനേക്കാൾ ഇമ്പോർട്ടൻസ് ഈ പടത്തിന്റെ വിഷ്വലിനനുസരിച്ചുള്ള സംഗീതത്തിനാണ് ഇപ്പോൾ, അല്ലേ? ലിറിക്സ് ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല പറയുന്നത്, പക്ഷെ എല്ലാം ഒന്നിനൊന്ന് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആണ് മ്യൂസിക്കിനെ. മ്യൂസിക് പാടിക്കഴിഞ്ഞാൽ എല്ലാം പാടാൻ സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും ഒരു വർക്ക് തുടങ്ങുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. ഉറപ്പായിട്ടും. ഞാനിപ്പോൾ ആ സ്ട്രെസ്സിൽ യൂസ്ഡ് ആയി ചേച്ചി. ആദ്യമൊക്കെ എനിക്ക് ഒട്ടും തളരുമായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് കുറച്ചും കൂടി ഇരുത്തം വന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ മൈൻഡ് സെറ്റാ പറയുന്നത്, മ്യൂസിക് എനിക്കറിയില്ല, നാട്ടുകാർ പറയണം. ഞാൻ എന്റെ മൈൻഡ് സെറ്റ് വൈസ് എനിക്ക് കുറച്ച് കംഫർട്ട് ആയി ഇപ്പൊ. കാരണം ഇരുത്തം വന്നു അല്ലേ, അതുകൊണ്ട് നമുക്കൊരു വെപ്രാളോ അതില്ല, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതേപോലെ ഞാൻ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അല്ലേ രഞ്ജിൻ, അത് കേട്ടിട്ട് വന്ന് നമ്മൾ വരികൾ പാടി മ്യൂസിക് പാടിയിട്ട് ഒന്ന് നിർത്തി ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിന് ഭയങ്കര വിലയാ. എന്നിട്ട് രണ്ടാമത് പിന്നെയും ആ ഒരു മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ഗ്യാപ്പിന്റെ ഒരു വാല്യൂ അത് വേണം അവിടെ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത് ആക്ച്വലി കമ്പോസ് ചെയ്യുമ്പോൾ വരുന്ന തോട്ട്സ് ആണോ അതോ അതിന് വാല്യൂ കൊടുത്ത് ചെയ്യുന്നതാണോ? മനഃപൂർവ്വമായിട്ട് ചെയ്യാറില്ല. എനിക്ക് സംഭവിച്ചിട്ടുണ്ട് മിക്ക പാട്ടുകൾ ഇങ്ങനെ ഒരു ബ്രേക്ക് വന്ന്. ഈ പൂമുത്തോളെ പോലും സൈലന്റ് ആണ്. ഈ തബല സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുന്നേ ഒരു ബാർ സൈലന്റ് ആണ് പൂമുത്തോളയുടെ. ആ സൈലൻസിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ജോയിച്ചേട്ടൻ ഇങ്ങനെ ഓടി വരുന്ന ഷോട്ട് ഉണ്ട് ജോസഫില്, ആ കുഞ്ഞിന്റെ കളിപ്പാട്ടം അല്ലെങ്കിൽ തൊട്ടിലൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ആ ഗ്യാപ്പില് പപ്പേട്ടനും അത് ഷൂട്ട് ചെയ്ത് വെച്ചത് ഭയങ്കര രസകരമായിട്ടാണ്. അപ്പോൾ എപ്പോഴും സൈലൻസ്, ഈവൻ മണിച്ചിത്രത്താഴ് നമ്മൾ ഇന്ന് ഉദാഹരണമായിട്ട് പറയുന്നതല്ലേ, സൈലൻസ് അല്ലേ ആ സിനിമയുടെ പേടി എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നത്.
കറക്റ്റ്. അത് ശരിക്കും ഫീൽ ചെയ്യും അല്ലെ, നമുക്ക് ഭയങ്കരമായിട്ട് ഏതൊരു മനുഷ്യന്റെയും ഇതിൽ റിലേറ്റ് ചെയ്യും. സൈലൻസിന് എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട് ചേച്ചി? ഒരു മനുഷ്യൻ മിണ്ടാതിരുന്നാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആദ്യത്തെ തോട്ട് എന്നാന്നറിയോ, മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ ചില പാട്ടുകൾക്കൊക്കെ നമ്മൾ അവിടെ സൈലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. മ്യൂസിക്, അവിടെ മ്യൂസിക് വേണം, ഇവിടെ മ്യൂസിക് വേണം, മറിച്ചെടുത്ത് മ്യൂസിക് വേണം, അങ്ങനെ ബഹള. അതിൻ്റെ ഇടയിലാണ് നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ ഒരു സൈലൻസ്. അപ്പൊ സൈലൻസിന് ഉണ്ടാവുന്ന ഒരു വാല്യൂ, ഡെപ്ത്, അതൊക്കെ ഭയങ്കര കൂടുതൽ. അതാ ഞാൻ ചോദിച്ചത് അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? തനിയെ സംഭവിക്കുന്ന ചേച്ചി, മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്യാറില്ല. ഇതിന് വേണം എന്ന് വെച്ച് ചെയ്യുന്നത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ആരെങ്കിലും അല്ല, ബേസിക്കലി ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു അത് ബാറിനനുസരിച്ച് ഇങ്ങനെ പോകുമ്പോഴേ ഒരു ടൈമിങ്ങിലല്ലേ പോകുന്നത്. അപ്പോൾ ആ ടൈമിംഗ് ഫില്ല് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു ബ്രേക്ക് കൊടുത്ത് അടുത്ത ബാറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്യാപ്പാണ് അത്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. മനഃപൂർവ്വം. പക്ഷെ ആ ഗ്യാപ്പ് ഇപ്പൊ രഞ്ജിൻ അങ്ങനെ ചെയ്തൂന്നേ ഉള്ളൂ. പക്ഷെ ആ ഡെപ്ത് ഞങ്ങളൊക്കെ കേൾക്കുമ്പോ അങ്ങനെ ഒരു ഫീലിംഗ് അല്ലേ. എന്റെ മിക്ക പാട്ടുകൾ അങ്ങനെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നങ്ങയിൽ പോവുകയാണെങ്കിലൊക്കെ അങ്ങനത്തെ പാട്ടുകളാണ്. കറക്റ്റ്. എനിക്കൊന്ന് മൊത്തത്തിൽ ഉയരുന്നാഥനാണെങ്കിൽ ഞാനെന്നൊരു ഈ ജന്മം നീ തന്ന സമ്മാനം, ആനന്ദമാം ഉയരേ എന്ന് പറഞ്ഞ് ആ ബ്രേക്ക് കഴിഞ്ഞിട്ടാണല്ലോ റിതം സ്റ്റാർട്ട് ചെയ്യുന്നത്, തബല സ്റ്റാർട്ട് ചെയ്യുന്നത്. സിഗ്നേച്ചറായി മാറുമോ? അപ്പൊ അത് അറിയാതെ സംഭവിക്കുന്നതാണ്. മിക്ക പാട്ടുകളുണ്ട് അല്ലേ. അത് എന്റെ ചോദ്യം കറക്റ്റ് രഞ്ജിനോട് തന്നെ അത് വന്നേ അല്ലേ. അപ്പൊ സിഗ്നേച്ചറായി മാറും ഇനി? അല്ല, ഇനിയിപ്പോ ചേച്ചി പറഞ്ഞോണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്യേണ്ടി വരും. മനഃപൂർവ്വം ചെയ്യുന്നില്ല. ഞങ്ങൾ പ്രേക്ഷകർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം.